Watch full episodes on Jio Hotstar. മന്മാന്യ സാറിന് എന്താ പറ്റിയേ? എല്ലാവരും പൈസ തരൂ തരൂ തരൂ. നീയും തരൂ, വേഗം തരാനാ പറഞ്ഞത്. നീ പൈസ തരൂ, പൈസ തരാൻ. എല്ലാവരും പൈസ ഇടൂ. നിങ്ങളൊക്കെ പൈസ തന്നേ പറ്റൂ. എന്തു പറ്റി മന്മാനി സാറേ? കേട്ടോ സാറേ, ഷേർ സിംഗ് ഈ സ്ഥലത്ത് എവിടെയോ ഒരു വലിയ ബോംബ് കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10 കോടിയാണ് ചോദിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിപ്പോകുമെന്ന്. വേഗം വേഗം, പെട്ടെന്ന് വേണം 10 കോടി റെഡിയാക്കാൻ. എനിക്ക് ഇത്രയും പെട്ടെന്ന് മുകളിൽ പോകാൻ ഇഷ്ടമില്ല. മനസ്സിലായോ? വേഗം ഇടൂ, പൈസ ഇടൂ. മന്മാനി സാറേ, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ബോംബ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഡിഫ്യൂസ് ചെയ്താ പോരെ. പക്ഷേ ഇത്രയും വലിയ പോലീസ് സ്റ്റേഷനുള്ളിൽ ബോംബ് എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നീ പറ. ബട്ടുടെ ഡിറ്റക്റ്റീവ് സയൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാ, ബോംബ് എവിടെയോ ആണ് പുറത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പുറത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് വളരെ ഈസിയാണ്, പക്ഷേ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് വളരെ കഷ്ടമാണ്. ബട്ടുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ബോംബ് എന്തായാലും ഇതിനകത്തായിരിക്കണം. നോക്ക് കേട്ടു. കൊള്ളാമല്ലോ ബട്ടു, നമുക്ക് ബോംബ് കിട്ടി. പക്ഷെ ഇത് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ബ്ലാസ്റ്റ് ആയാലോ. ഇത് മണ്ണിൽ തന്നെ കുഴിച്ചിട്ടോണ്ട് നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോകണം. ഇണ്ടീശ്വരോ, കട്ടു, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ടെന്നേ. വേണ്ട, മതി മതി, കൊണ്ടുപോയിക്കോ. വേഗം ഈ ബോംബ് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോ. പോട്ടെ പോട്ടെ. എന്താ ഇത്? വണ്ടി നിർത്തോ, വണ്ടി നിർത്തോ. അനങ്ങി പോകരുത്, അനങ്ങി പോകരുത്, അനങ്ങി പോകരുത്. എന്നെ താഴെ ഇറക്കൂ, താഴെ ഇറക്കൂ. ഞാനാണ് ഇൻസ്പെക്ടർ മന്മാണി. എന്നെ കണ്ടാൽ എന്റെ അമ്മോ, ഈ ബോംബ് 30 സെക്കൻഡ് കൊണ്ട് പൊട്ടുമല്ലോ. കട്ടു, നീ അവിടെ നോക്കിയേ, ബോംബിന്റെ ടൈമർ ഓൺ ആയടാ. നമ്മുടെ അടുത്ത് വെറും 30 സെക്കൻഡേ ഉള്ളൂ. ഓരോ സെക്കൻഡും നമുക്ക് വളരെ വാല്യുബിൾ ആണ്. എന്റെ ജീവിതം ഇതോടെ തീരുമെന്നാ തോന്നുന്നത്. ഒന്ന് വണ്ടി നിർത്തലടാ, വണ്ടി നിർത്ത്. ടെൻഷൻ അടിക്കല്ലേ മന്മാനി സാറേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ബട്ടു, ഇനി 10 സെക്കൻഡ് ബാക്കിയുള്ളൂ. എന്നെ രക്ഷിക്കൂ. 7, 6, 5. വേണ്ട, എന്നെ പൊക്ക്, എന്നെ പൊക്ക്. രക്ഷപ്പെട്ടു എന്റെ സാറ്, രക്ഷപ്പെട്ടു സാറേ. ചമ്മക് സിംഗ്, ചായ തരൂ. ഗട്ടു, എന്നെ രക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെടുന്നു. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. ചായ കുടിക്ക സാറേ. നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പ്ലാനിൽ നിന്നും ഗട്ടു ബട്ടുന് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ബാജിറാം, വരണം വരണം. എടാ ഭീമ, നീ പോയി ബാജിറാമിന് കുടിക്കാൻ വെള്ളതും എടുത്തിട്ട് വാ. വേഗം പോ. നിങ്ങൾ ആ സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ടോ? ഇതാണ് തലപ്പാവ് ബോംബ്. ഇത് ആരുടെ തലയിൽ കൊണ്ട് വെക്കുന്നുവോ അവരുടെ കഥ തീരും. ഇത് തലയിൽ നിന്നും എടുത്ത ശേഷം ബോംബ് ബ്ലാസ്റ്റ് ആകും. പിന്നെ ലൈഫ് ലോങ് ഒരു തലപ്പാവും തലയിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. താങ്ക് യു ബാജിറാം, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം കൂടി വേണം. അപ്പോഴാണ് ഞാൻ ഗട്ടുപട്ടു 2 പേർക്കും ഇത് കൊടുക്കാൻ പറ്റൂ.
അവർക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ തലപ്പാവ് തലയിൽ വെച്ചതിന് ശേഷം അവരുടെ പുറകെ ഞാൻ ഈ റോബോട്ടിക് പക്ഷികളെ അയക്കും. അവർ ഓടുമ്പോൾ ഈ പക്ഷികൾ ആ തലപ്പാവ് എടുത്തുകൊണ്ട് പോകും. അത് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. കളിക്ക് കളിയും ശത്രുക്കൾ തീരുകയും ചെയ്യും. വാട്ട് ഐഡിയ, വാട്ട് ഐഡിയ. നിങ്ങളുടെ ഈ റോബോട്ടിക് ബേർഡ് കാരണം എന്റെ പ്ലാൻ വീണ്ടും ഒന്നും കൂടി രസകരമാവാൻ പോവാണ്. ബോസ് ഈ തലപ്പാവ് നല്ല ഭംഗിണ്ട് ബോസ്. അടിപൊളി ബോസ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും തലപ്പാവ് അടിപൊളിയായിട്ടുണ്ടോ? എടാ നീ എന്ത് പണിയാടാ ഈ ചെയ്തത്? എടാ ഇതിന്റെ അകത്ത് ബോംബാണ് ഉള്ളത്. ബോംബ് ബോസ് ബോംബ് എവിടെ ബോംബ്? എല്ലാ പ്ലാനും തകർന്നു. ഒന്ന് വണ്ടി നിർത്തൂ. കട്ടു ഇവന്മാരൊക്കെ ആരാ? വരൂ വരൂ വരൂ, സ്വാഗതം, നമസ്കാരം. കട്ടുപറ്റു സാറേ, എന്റെ പേര് ഷാജി റാം എന്നാണ്. നിങ്ങള് വിശ്രാംപൂർണ്ണ ഷേർ സിംഗിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയല്ലേ? അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും വകയായിട്ട് നന്ദി പറയാണ്. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. എടാ സാറിന്റെ തലയിൽ ഈ തലപ്പാവ് വെച്ചു കൊടുക്ക്, എന്നിട്ട് അവരെ സ്വാഗതം ചെയ്യ്. വേഗം ആവട്ടെ, വേഗം വേഗം. താങ്ക്സ് ഉണ്ട് കേട്ടോ, താങ്ക്സ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓഹോ സാജിറാം ചേട്ടാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നേ. ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. നിങ്ങൾ എന്റെ സന്തോഷം നശിപ്പിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഇപ്പൊ നിങ്ങളുടെ തലയിലുള്ളത് ബോംബാടാ, ബോംബ്. അത് തലേന്ന് എടുത്ത ബോംബ് പൊട്ടിത്തെറിക്കും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? വായടക്കടാ, വായടക്കടാ. സിംഹം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എലികൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. എന്റെ ഈശ്വരാ, കട്ടു ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ പ്രശ്നം ഇവിടെ തന്നെ ഉണ്ട്. ഓ ഇവിടെയല്ല, നമ്മുടെ തലയ്ക്ക് മോളിലാണ് പ്രശ്നം നിൽക്കുന്നത്. നീ ഒന്ന് ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടതൊക്കെ ബാജിറാമിന്റെ ബേർഡ്സ് ചെയ്തോളും. ബാജിറാം, എന്റെ ഈശ്വരാ, ഇവരെ മീറ്റ് ചെയ്യൂ. ഇവരാണ് എന്റെ സ്ട്രെങ്ത്, ബാജിറാമിന്റെ സ്ട്രെങ്ത്. ഈ റോബോട്ടിക് ബേർഡ്സ് ചാർലി ആൻഡ് ഡെൽറ്റ. ഇവർക്കുള്ളിൽ പ്രോഗ്രാം ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവരോട് നമ്മൾ എന്തു പറയുന്നുവോ അതേ ഇവർ ചെയ്യൂ. ഇവർക്കുള്ളിൽ ഹ്യൂമൻ വോയിസ് പോലും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇനിയാണ് നമ്മൾ തമ്മിൽ കളി തുടങ്ങാൻ പോകുന്നത്. ഈ പക്ഷികൾ നിങ്ങളുടെ തലപ്പാവെടുക്കാൻ പരന്നു വരും. അതിന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. കാണാൻ നല്ല രസമുണ്ടാകും. തലപ്പാവ് പോയെങ്കിൽ തീർച്ചയായും ആക്സിഡന്റ് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് നൽകാം. 10 സെക്കൻഡിൽ നിങ്ങൾക്ക് എത്ര ദൂരം ഓടാൻ പറ്റുമോ അത്രയും ദൂരം ഓടൂ. പോകൂ പോകൂ. അതിനുശേഷം ഈ പക്ഷികൾ നിങ്ങളുടെ തലപ്പാവ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പുറകെ പറന്നു വരും. എന്താ കേൾക്കുന്നുണ്ടോ? അയ്യോ ഷേർ സിംഗ് സാറ്, വെറും 10 സെക്കൻഡോ, വെറും 10 സെക്കൻഡോ. ഇയാളെന്ന് ശരിക്കും ഒട്ടും ബുദ്ധിയില്ലാത്ത മണ്ടനാണോ? ആ പക്ഷെ നിങ്ങൾ മഹാനാണ് ഷേർ സിംഗ്. നല്ലവനാണ്, നല്ല ബുദ്ധിയുള്ളവനാണ്, നല്ല ഹൃദയമുള്ളവനാണ്. അതുകൊണ്ട് ബോംബ് വെക്കുകയാണെങ്കിൽ ഒരു 10 മണിക്കൂർ സമയം തന്നൂടെ പ്ലീസ്? 10 മണിക്കൂർ. എന്ത്? ഞാൻ നല്ലവനോ കഴിവുള്ളവനാണെന്നോ വലിയ ഹൃദയമുള്ളവനോ? കേൾക്കാൻ നല്ല രസമുണ്ട്. ഗട്ടുപറ്റു, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ സമയം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് എന്താണെന്നറിയോ? ചിലപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. സമ്മതമാണോ? അത് മാത്രമല്ലാതെ നിങ്ങൾ എന്നെ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഞങ്ങൾക്ക് 10 സെക്കൻഡ് മതിയെന്നേ. വാ ബട്ടു. ചാരി ഡെൽറ്റ അറ്റാക്ക്. അയ്യോ നിങ്ങൾ ഇതെന്താ പറഞ്ഞേ? അറ്റാക്ക് ചെയ്യേ.
എന്നെ അറ്റാക്ക് ചെയ്യാനല്ല, എന്നെ അറ്റാക്ക് ചെയ്യാനല്ല. ബാജിറാം, ബാജിറാം, എന്താ ഇതൊക്കെ? ബോസ് നിങ്ങൾ അറ്റാക്ക് എന്ന് പറഞ്ഞു, അത് അറ്റാക്ക് ചെയ്യുന്നു. ഇവരോട് നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ക്ലിയർ ആയി ക്ലീൻ ആയിട്ട് പറയണം. ചാർലി ഡെൽറ്റ സ്റ്റോപ്പ്. പോയി തലപ്പാവ് കൊണ്ടുവരൂ. ചെല്ലു, പോയി തലപ്പാവ് കൊണ്ടുവരൂ. എന്റെ തല കറങ്ങുന്നു. എന്താ പറ്റിയ ബോസ്? പെട്ടെന്ന് പോ, പെട്ടെന്ന്. ബട്ടു ഇതെന്തിനാണ് നമ്മുടെ പുറകെ തന്നെ വരുന്നത്? സൂപ്പർ. കട്ടു ഇതേപോലെ തന്നെ വണ്ടി ഓടിക്കും, മരത്തിന്റെ അടിയിൽ കൂടെ തന്നെ. ബട്ടു താങ്ക് യു കട്ടു. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. കട്ടു പെട്ടെന്ന് ചെല്ല്, പെട്ടെന്ന്. ആ ഗുഹയ്ക്കകത്തേക്ക് പോവാം. കട്ടു നമ്മളിവിടെ സേഫാണ്. ആ ചാർലിക്കും ഡെൽറ്റയ്ക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കട്ടു ഇവര് കേവിന്റെ അകത്ത് വന്നല്ലോടാ. ഓടിക്കോ ബട്ടു. തലപ്പാവ് ഞങ്ങൾക്ക് തരൂ കേട്ടോ ബട്ടോ. ആ തലപ്പാവ് ഞങ്ങൾക്ക് തരൂ കേട്ടോ ബട്ടോ. നിങ്ങളെന്താ ഈ പറയുന്നേ? ഞങ്ങള് തരൂല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങള് തരുവില്ല. ഓഹോ ബട്ടു, നീ എന്താ ഈ ചെയ്യുന്നത്? നമ്മൾ എവിടെയാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ആ തലപ്പാവ് തരൂ, ആ തലപ്പാവ് തരൂ. തലപ്പാവ് തരൂ, തലപ്പാവ് തരാൻ, തലപ്പാവ് തരാൻ. തലപ്പാവ് തരൂ, തലപ്പാവ് തരാൻ. കട്ടു നമ്മള് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചപ്പോ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിയല്ലോ കട്ടു. തലപ്പാവ് തരൂ, തലപ്പാവ് തരാൻ, തലപ്പാവ് തരാൻ. ഗട്ടുവും ബട്ടുവും ഇങ്ങനെ തലകുത്തി താഴെ വീഴുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു. തലപ്പാവ്, തലപ്പാവ് തരാൻ, തലപ്പാവ് നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എഴുന്നേക്കും ബോസ്. ബോസ് സന്തോഷം ദുഃഖത്തിലാണല്ലോ അവസാനിച്ച്. ഇന്ന് ഞാൻ അവരുടെ അവസാനം കണ്ടേ അടങ്ങൂ. അവരെവിടെയാ? എന്നെ വേഗം പറപ്പിക്കേ. ഞാൻ പറന്നു പോയി ഗട്ടുപട്ടു എവിടെയാ ഉള്ളതെന്ന് നോക്കിട്ട് വരാം. ഇന്ന് ഞാൻ അവരെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. വേഗം പറപ്പിക്കേ, വേഗം. തലപ്പാവ് തരൂ, തലപ്പാവ് തരാൻ, തലപ്പാവ് തരാൻ. കട്ടു നമ്മളിവിടെ സേഫാണ്. ആ രണ്ട് സാധനം ഇതിന്റെ അകത്തേക്ക് വരൂല. കട്ടു നമ്മുടെ പ്രൊഫസറിനെ ഒന്ന് ഫോൺ വിളിച്ചേ. അങ്ങനെയാണ് നമ്മുടെ ബോംബ് ഡിഫ്യൂസ് ചെയ്യേണ്ടത്. ഡിഫ്യൂസ്. ആ പറഞ്ഞത് ശരിയാണ്. ഹലോ പ്രൊഫസർ. ആരാ വന്നത്? ഇടീശ്വരാ, ഈ വീട്ടിന്റെ ഓണറാണ് വന്നിരിക്കുന്നത്. ഓണർ. നമ്മൾ രക്ഷപ്പെട്ടു. തലപ്പാവ് തരാൻ, തലപ്പാവ് തരാൻ, തലപ്പാവ് തരാൻ. ഞങ്ങൾക്ക് തലപ്പാവ് തരാൻ. ഇവിടെ വന്നല്ല. ബട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണമെന്ന്.
ഹാഹാ നമുക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലം കിട്ടി. ഇതൊന്ന് പിടിച്ചേ. കട്ടു, ഈ ആന്റന വെച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഏത് ചാനലാ വെക്കണ്ടേ? ഓഹോ ബട്ടു, ആന്റന ചാനൽ ചേഞ്ച് ചെയ്യാനല്ലെന്നേ, ഇതിനകത്ത് ഇരുന്ന് നമുക്ക് പോകാമെന്നേ. വാ 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 പോകാം. ഓക്കേ. പോകാം. ഈ തലപ്പാവ് ഞങ്ങൾക്ക് തരൂ ഗട്ടു ബട്ടു. കട്ടു, ഇതുങ്ങൾ വന്നടാ. ഞാൻ തരൂല, ഞങ്ങൾ തരില്ല. തരൂന്നേ, പ്ലീസ് പ്ലീസ്. തരില്ല തരില്ല, ഈ തലപ്പാവ് ഞാൻ തരില്ല, ഒരിക്കലും തരില്ല, പറ്റില്ല. എത്ര സമയത്തിന് നിങ്ങൾ തലപ്പാവ് പിടിച്ചിരിക്കും? വേഗം അത് കൊടുക്കേ. നിങ്ങളുടെ അവസാനം കാണാൻ വേണ്ടിയാണ് ഞാൻ സൂപ്പർമാനെ പോലെ പറന്നു വരുന്നത്. അന്ന് നൽകൂ, ആ തലപ്പാവ് തന്നിട്ട് പോകൂ. തലപ്പാവ് തരാനല്ലേ പറഞ്ഞത്. കട്ടു, ആ വഴിയിലൂടെ ചെല്ല്, ആ വഴിയിലൂടെ. അവിടെ ട്രീ ബ്രാഞ്ചസ് കുറെ അധികമുണ്ട്. അവിടെ ഈ ബേർഡ്സിനെ കൊണ്ട് പറക്കാൻ പറ്റൂല. ബട്ടു, എനിക്ക് തോന്നുന്നു അവരുടെ ദിയന്റെ ആയതാണ്. കട്ടു, ഒന്ന് സൂക്ഷിച്ചു വാ, ഇവിടെ തേനീച്ച കൂടുണ്ട്. എവിടെ? ബട്ടു, ഓ കണ്ടില്ലേ കട്ടുപട്ടുണ്ട സ്ഥിതി കണ്ടില്ലേ? ഇത് കാണുമ്പോ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട്. നിങ്ങള് അങ്ങോട്ട് പോ. ഇവര് പിന്നെയും വന്നല്ലോ. സൂക്ഷിച്ചു പറ്റൂ. താങ്ക് യു ബ്രദർ. രക്ഷപ്പെട്ടു. നമ്മളിപ്പോ ജീവനോടെ ഉണ്ടല്ലോ. ബട്ടു, നീ പറഞ്ഞത് ശരിയല്ലെന്നേ. സത്യത്തിൽ അവര് ദേ വീണ്ടും നമ്മളുടെ പുറകെ വരികയാണ്. എന്നാ പിടിച്ചോ. ഇപ്പൊ പാക്കിങ് കഴിഞ്ഞില്ലേ? പ്രൊഫസർ വന്നല്ലോ. പ്രൊഫസർ വന്നു. താങ്ക് യു പ്രൊഫസർ, നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ക്രിയേഷൻ? കണ്ടില്ലേ? ഈ പ്രൊഫസർ ഇപ്പൊ എവിടുന്ന എഴുന്നല്ലേ? ഇപ്പൊ തന്നെ ഡിഫ്യൂസ് ചെയ്തേക്കാം. ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഓക്കേ, ഇനി തലപ്പാവ് നിങ്ങൾക്ക് ചാർലിക്കും ഡെൽറ്റയ്ക്കും കൊടുക്കാവുന്നതാണ്. ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. ഇവര് രണ്ടുപേരും വലയിൽ നിന്ന് പുറത്തു വന്ന ഉടനെ ഈ ബോംബ് ബ്ലാസ്റ്റ് ആയി പോകുന്നതാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇനി പുറത്തേക്ക് വന്നോളൂ ഡെൽറ്റ ചാർലി. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ തലപ്പാവ് കൊണ്ടുപോകാം. ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോ. എന്താണ് പറ്റിയ? ബോംബ് എന്താ പൊട്ടാഞ്ഞ്? ആ ചാർലിയും ഡെൽറ്റയും തലപ്പാവ് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടു. വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ? ഷേർ സിംഗ്, എപ്പോഴും താങ്കൾ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, വില്ലത്തരത്തിന്റെ രണ്ടാമത്തെ പേരാണ് ഷേർ സിംഗ് എന്ന്. തലപ്പാവ് വാങ്ങിയിട്ട് പോയിക്കോളൂ. വേണ്ട, അടുത്തേക്ക് വരണേ. അത് ബോംബാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.